നമുക്ക് അവർക്കൊരു തലവേദന ഉണ്ടാക്കാത്ത രീതിയിൽ നമ്മുടെ പ്രതിഷേധം റെഗുലേറ്ററി കമ്മീഷനോടാണ്, റെഗുലേറ്ററി കമ്മീഷന്റെ കരട് നയത്തോടാണ്. അപ്പോൾ അത് നമ്മൾ ഇവിടെ നിറവേറ്റുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇന്നിവിടെ നമ്മുടെ ആദ്യമായി ഇവിടെ എത്തിച്ചേർന്ന എല്ലാവരെയും ഒറ്റവാക്കിൽ ഈ പറയുന്ന സമ്മേളനത്തിന്റെ അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ്. ഇന്ന് നമ്മുടെ ഇതര സംഘടനകളായ മാസ്റ്റേഴ്സ്, ക്രീപ്പ, റെക്ക്, കോറ് ഇത്രയും സംഘടനകൾ ചേർന്നുകൊണ്ടാണ് ഇങ്ങനെ ഒരു പരിപാടി ആവിഷ്കരിക്കാമെന്ന് ആലോചിച്ചത്. പക്ഷെ നമ്മുടെ ആലോചനയുടെ ആദ്യഘട്ടങ്ങളിൽ തന്നെ ഈ വരാൻ പോകുന്ന കരട് നയത്തിന്റെ ഒളിഞ്ഞിരിക്കുന്ന ഒളിയമ്പുകളെ കുറിച്ച് തിരിച്ചറിഞ്ഞുകൊണ്ട് തുടക്കത്തിലെ തന്നെ എല്ലാ പ്രൊസ്യൂമേഴ്സ് അസോസിയേഷനും നമ്മളോടൊപ്പം സഹകരിച്ചു. ഇന്ന് നമ്മളിവിടെ കൂടിയിരിക്കുന്ന 4500-ലധികം ആൾക്കാരിൽ മഹാഭൂരിപക്ഷവും നിലവിൽ സോളാർ ചെയ്തിട്ടുള്ള ആൾക്കാരാണ് എന്നറിയുമ്പോൾ നമ്മളെടുത്ത ഇനിഷ്യേറ്റീവ് എത്രത്തോളം വിജയകരമായി എന്ന് നമ്മൾ തിരിച്ചറിയുന്നു. ആദ്യമായി തന്നെ എല്ലാവരോടും അറിയിക്കുകയാണ്, അതിരൂക്ഷമായ ഒരു സന്നിഗ്ധ ഘട്ടത്തിലേക്കാണ് നമ്മൾ കടന്നു പോകാൻ വേണ്ടി പോകുന്നത്. ചില സ്വാർത്ഥ താല്പര്യങ്ങളുടെയും അതുപോലെ തന്നെ ചില ഗൂഢനീക്കങ്ങളുടെയും അടിസ്ഥാനത്തിൽ കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷൻ ഈ വർഷത്തെ അടുത്ത 5 വർഷക്കാലത്തേക്ക് എഴുതി പിടിപ്പിച്ചിട്ടുള്ള ഒരു കരട് നയമാണ് ഇപ്പോൾ നമ്മുടെ മുന്നിലുള്ളത്. ഈ കരട് നയത്തിൽ പറഞ്ഞു വെക്കുന്ന കാര്യങ്ങളെല്ലാം അതുപോലെ ഇംപ്ലിമെന്റ് ചെയ്താൽ ഈ വരുന്ന ഓഗസ്റ്റ് മാസത്തോടുകൂടി കേരളത്തിലെ സോളാർ ഉൽപാദനവും സോളാർ ഉപയോഗിക്കുന്നവരുടെയും കരണത്തടിയും ഇരുട്ടത്തടിയുമാണെന്നുള്ള ഒരു യാഥാർത്ഥ്യം നമ്മളേവരും തിരിച്ചറിഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇന്നിവിടെ ഒത്തുകൂടിയിട്ടുള്ളത്. നമ്മുടെ ഈ പ്രതിഷേധം കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷനോട് മാത്രമാണ്. യാതൊരു രാഷ്ട്രീയ സംഘടനകളോടോ യാതൊരു മറ്റു വിധത്തിലുള്ള യാതൊരു സംഘടനകളോടോ നമുക്ക് യാതൊരു വിദ്വേഷവുമില്ല. നമുക്കൊരു വിദ്വേഷമുണ്ട്. നമ്മുടെ വിദ്വേഷം ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്ന ഈ റെഗുലേറ്ററി കമ്മീഷനോട് മാത്രമാണ്. ഏതൊക്കെ ഹിഡൻ അജണ്ടയുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു നയം ഇറങ്ങിയിട്ടുള്ളത്, അല്ലെങ്കിൽ ഇറക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതിന്റെ വസ്തുതാപരമായ യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനെതിരെ ശക്തമായി പ്രതിഷേധിക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മൾ ഇന്നിവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്, ഇന്നത്തെ ഈ സമ്മേളനത്തിന്റെ ഉദ്ദേശ ലക്ഷ്യം ഒന്ന് മാത്രമാണ്. ഇത്രത്തോളം ആൾക്കാർ കേരളത്തിലെ 14 ജില്ലകളിൽ നിന്ന് സമസ്ത മേഖലകളിലും വർക്ക് ചെയ്യുന്നവർ, സമസ്ത മേഖലയിലും ജോലി നോക്കുന്നവർ, നമ്മുടെ സാധാരണക്കാരായ സോളാർ ഉപഭോക്താക്കൾ ഉൾപ്പെടെയുള്ളവർ ഇവിടെ വന്നപ്പോൾ റെഗുലേറ്ററി കമ്മീഷൻ കണ്ണു തുറന്നതിനെ കാണുമെന്ന് നമ്മൾ വളരെ വളരെ ആഗ്രഹിക്കുകയാണ്. ആ ആഗ്രഹത്തിന്റെ പുറത്ത് മാത്രമാണ് നമ്മൾ ഇന്ന് സമാധാനപരമായി ഇവിടെ നടത്താൻ ഉദ്ദേശിക്കുന്നത്. വരുന്ന ദിവസങ്ങളിൽ ഇപ്പോൾ നമ്മുടെ മുന്നിലേക്ക് അഴിച്ചുവിട്ടിരിക്കുന്ന ഈ വാലിയുടെ ചിറകുകൾ റെഗുലേറ്ററി കമ്മീഷൻ തന്നെ പിടിച്ചു കെട്ടിയില്ല എന്നുണ്ടെങ്കിൽ കേരളത്തിലെ സാധാരണ മനുഷ്യൻ അവന്റെ ജീവിത നിലവാരം ഉയർത്തുന്നതിന് വേണ്ടി ഒരു സോളാർ സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്തു കഴിഞ്ഞാൽ അവന്റെ കൈയും കാലും കെട്ടിയിടുന്ന രീതിയിലേക്കുള്ള പുതിയ റെഗുലേഷനുമായി റെഗുലേറ്ററി കമ്മീഷൻ വരുമ്പോൾ അതിന് മുന്നിലേക്ക് നമ്മൾ ഇന്നൊരു സൂചനാ പണിമുടക്ക് നടത്തുന്നു. റെഗുലേറ്ററി കമ്മീഷനെ നമ്മൾ 100% വിശ്വസിക്കുന്നു. കേരളത്തിലെ സാധാരണ മനുഷ്യന് മുകളിൽ കരിവാരി തേക്കുന്ന രീതിയിലുള്ള ഇത്തരം നിയമങ്ങൾ അവർ കൊണ്ടുവരില്ല എന്ന് സത്യസന്ധമായും വസ്തുതാപരമായും നമ്മൾ വിശ്വസിക്കുന്നു. എന്നിരുന്നാൽ പോലും ഇതിനുള്ളിൽ നടക്കുന്ന പല ഹിഡൻ അജണ്ടകളുടെയും സ്വാർത്ഥ താല്പര്യങ്ങളുടെയും അടിസ്ഥാനത്തിൽ കേരളത്തെ പോലെ ഇത്രയും വിപുലമായ രീതിയിൽ ലൈഫ് സ്റ്റൈൽ ഇൻഡെക്സ് വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാനത്ത്, വായുവും ജലവും പോലെ തന്നെ വൈദ്യുതി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാനത്ത് ഇതുപോലെയുള്ള കെട്ടിമാറാപ്പുകൾ അരങ്ങേറ്റുമ്പോൾ ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധം നമ്മൾ സംഘടിപ്പിക്കുന്നു എന്നുള്ളതിൽ യാതൊരു അതിശയോക്തിയുമില്ല എന്ന് നമുക്ക് ഏവർക്കും അറിയാം. 1-2 സ്റ്റാറ്റിസ്റ്റിക്കുകൾ മാത്രം പറഞ്ഞുകൊണ്ട് ഞാനത് അവസാനിപ്പിക്കാൻ ഉദ്ദേശിക്കുകയാണ്. കേരളത്തിലെ ഒരു ദിവസത്തെ മൊത്തം ഉൽപാദനമെന്നും മൊത്തം ഉപയോഗമെന്ന് പറയുന്നത് 70 മില്യൺ മുതൽ 80 മില്യൺ യൂണിറ്റ്സ് വരെയാണ്. അതിൽ 3.6 മില്യൺ യൂണിറ്റ് മാത്രമാണ് കേരളത്തിൽ ഉൽപാദനം നടക്കുന്നത് റിന്യൂവബിൾ എനർജി മേഖലയിൽ. മറ്റിതര സംസ്ഥാനങ്ങളിൽ ഇത്തരത്തിലുള്ള ക്യാപ്പിംഗ് സിസ്റ്റം കൊണ്ടുവന്ന് എന്ന് റെഗുലേറ്ററി കമ്മീഷൻ പറയുമ്പോൾ അവിടെയുള്ള പല സ്ഥലങ്ങളിലും 30 മുതൽ 40% വരെ ടോട്ടൽ കൺസപ്ഷനിൽ 30 മുതൽ 40% വരെ റിന്യൂവബിൾ എനർജി മേഖലയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു എന്ന യാഥാർത്ഥ്യം ഇവർ ബോധപൂർവം മറച്ചുവെക്കുകയാണ് എന്ന യാഥാർത്ഥ്യം നമ്മൾ ഏവരും അറിയണം. അത്തരത്തിലൊക്കെ വളരെ നികൃഷ്ടമായ രീതിയിൽ സോളാർ ഇൻസ്റ്റാൾ ചെയ്ത് ജീവിതത്തിന്റെ പുതിയ മേച്ചിൻപുറങ്ങൾ തേടിപ്പോകുന്ന സാധാരണക്കാരനായ മനുഷ്യൻ ഇന്ന് നമുക്ക് കേന്ദ്ര സർക്കാരിന്റെ സബ്സിഡി സ്കീം നാട്ടിൽ അവൈലബിൾ ആണ്. അത് മാത്രമല്ല ഏറ്റവും നല്ല രീതിയിലുള്ള ഗവൺമെന്റിന്റെ സബ്സിഡിയോടുകൂടി അതിനെ പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ലോൺ സ്കീമുകളും അവൈലബിൾ ആണ്. ഇതെല്ലാം വരുമ്പോൾ നമുക്കിപ്പോൾ എഴുതി പിടിപ്പിച്ചിരിക്കുന്ന കരട് നയത്തിൽ പറഞ്ഞേക്കുന്ന രീതിയിൽ നമ്മൾ ഇതെല്ലാം ചെയ്യാൻ നിന്നാൽ നിലവിലുള്ള റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെന്റ്, ഒരാൾ ഒരു സാധനം മേടിക്കുമ്പോൾ സ്വാഭാവികമായും നമ്മൾ ചിന്തിക്കും ഇതിന്റെ റിട്ടേൺസ് എത്ര നാൾ കൊണ്ടാണെന്നുള്ളത്. ഈ നിയമങ്ങൾ ഇതേപോലെ ഇംപ്ലിമെന്റ് ചെയ്താൽ ഓഗസ്റ്റ് മാസം മുതൽ നമ്മൾ നേരിടാൻ പോകുന്നത് ഈ പറയുന്ന ഓരോ
നിയമത്തിൽ ഒളിഞ്ഞിരിക്കുന്ന വ്യാളി പുറത്തു വരുമ്പോൾ നമ്മുടെയൊക്കെ റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് 5 മുതൽ 7 വർഷം വരെ കൂടാൻ വേണ്ടി പോവുകയാണ്. ഇത്തരത്തിൽ മനുഷ്യന്റെ മുഖത്തടിക്കുന്ന രീതിയിലുള്ള ഒരു കമ്മീഷൻ റിപ്പോർട്ടാണ് നിലവിൽ വന്നിട്ടുള്ളത്. ഈ റിപ്പോർട്ടിനെ ശക്തമായി എതിർത്ത് തോൽപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെന്ന് മാത്രം ഇവിടെ സൂചിപ്പിച്ചുകൊണ്ട് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ മാസ്റ്റേഴ്സ് അസോസിയേഷന്റെ ഏറ്റവും ആദരണീയനായ പ്രസിഡന്റ് ശ്രീ നൗഫൽ റസായിസിനെ ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. നിങ്ങൾക്ക് എന്റെ അഭിവാദ്യങ്ങൾ. ഏറ്റവും ബഹുമാനപ്പെട്ട ഈ പരിപാടിയുടെ അധ്യക്ഷൻ, മാസ്റ്റേഴ്സ് എന്ന സംഘടനയുടെ കരുത്തനായ ജനറൽ സെക്രട്ടറി ശ്രീ ലിജോ, ക്രീപ്പ അസോസിയേഷന്റെ സംസ്ഥാന പ്രസിഡന്റ് ശിവരാമകൃഷ്ണൻ സർ, ക്രീപ്പയുടെ സെക്രട്ടറി ഷെഫീഖ്, കോറിന്റെ ചെയർമാൻ ഫയാസ്, റെക്കിന്റെ പ്രസിഡന്റ് സതീഷ് കക്കാട്ട്, കോറിന്റെ പ്രസിഡന്റ് മധു സർ, മറ്റു പ്രൊസ്യൂമേഴ്സ് അസോസിയേഷന്റെ നയം ഇറക്കുകയുണ്ടായി. കേരളത്തെ ഒരുപാട് വർഷങ്ങൾ പിന്നോട്ടടിപ്പിക്കുന്ന രീതിയിലുള്ള സൗരോർജ മേഖലയെ, പ്രത്യേകിച്ച് സൗരോർജ മേഖലയെ തീർത്തും ഇല്ലാതാക്കുന്ന രീതിയിലുള്ള ആ കരട് നയം മുൻ താല്പര്യത്തോടുകൂടിയും ഗൂഢാലോചനയോടുകൂടിയും പതിയെ കേരളത്തിലെ ഉപഭോക്താക്കളെയും കേരള ജനതയ്ക്ക് മേൽ അടിച്ചേൽപ്പിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി ഇവിടെ ഇറക്കിയുണ്ടായി. ആ കരട് നയം ഒന്ന് വായിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാവും യഥാർത്ഥത്തെയോ വേണ്ടി എന്തൊക്കെയോ ലക്ഷ്യത്തിന് വേണ്ടിയാണ് ആ കരട് നയം ഇറക്കിയിട്ടുള്ളത് എന്നുള്ളത് സാധാരണ എല്ലാ ആളുകൾക്കും ആ കരട് നയം ഒന്ന് വായിച്ചാൽ മനസ്സിലാവും. എനിക്കൊന്ന് ചോദിക്കാനുള്ളത്, KSEB ഡിസ്കഷൻ പേപ്പറിൽ KSEB ആവശ്യപ്പെടാത്ത കാര്യങ്ങൾ പോലും അവർക്ക് വേണ്ടി താല്പര്യത്തോടുകൂടി കേരള ജനതയ്ക്കൊപ്പം, കേരളത്തിനൊപ്പം നിൽക്കേണ്ട KSRCയിലെ ഏമാന്മാർ അവർക്ക് വേണ്ടി എഴുതി തയ്യാറാക്കിയ പോലുള്ള ഈ ഒരു കരട് നയം ആർക്ക് വേണ്ടിയാണ് നിങ്ങൾ ഇറക്കിയിട്ടുള്ളത്? 1000 കിലോവാട്ട് വരെ നെറ്റ് മീറ്ററിംഗ് ഉള്ളത് വെറും 3 കിലോവാട്ടിലേക്ക് ചുരുക്കിയും ഗ്രിഡ് സപ്പോർട്ടിംഗ് സിസ്റ്റം എന്ന് പറയുന്ന ഓമന പേരിട്ട് പകൽക്കൊള്ള നടത്താവുന്ന മറ്റ് സംവിധാനങ്ങളും അതിന്റെ മറ്റു വശങ്ങളെല്ലാം സംസാരിക്കാൻ അതിൽ പ്രാവീണ്യം നേടിയിട്ടുള്ള ഒരുപാട് ആളുകൾ നമുക്ക് പിന്നെ സംസാരിക്കാറുണ്ട്. അവർ ആ വിഷയങ്ങൾ കറക്റ്റായിട്ട് ഇവിടെ സംസാരിക്കും. പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ മേഖലയിൽ കച്ചവടം ചെയ്യുന്ന, ഈ മേഖലയിൽ ബിസിനസ് ചെയ്യുന്ന കേരളത്തിൽ കഴിഞ്ഞ 5 വർഷത്തിനിടെ 17,000 കോടി രൂപയോളം ഈ മേഖലയ്ക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള സംരംഭകരുണ്ട്. അതുപോലെ തന്നെ 2 ലക്ഷത്തോളം വരുന്ന ഡയറക്റ്റായി ഇതിൽ തൊഴിലെടുക്കുന്ന തൊഴിലാളികളുണ്ട്. അതുപോലെ തന്നെ 1,80,000 വരുന്ന നമ്മുടെ വാക്കും ഇതുപോലെ KSEBയുടെ വാക്കും എല്ലാം വിശ്വസിച്ചുകൊണ്ട് ഇതിൽ പണമിറക്കിയ പ്രൊസ്യൂമേഴ്സുകളുണ്ട്. ഇവരെയെല്ലാം വലിയ ആധാരമാക്കി ആർക്കോ വേണ്ടി നിങ്ങൾ എഴുതി പിടിപ്പിച്ച ഈ കരട് നയം ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങൾ ഇത് കേരള ജനതയെ വിഡ്ഢികളാക്കുകയാണോ എന്നതാണ് ഞങ്ങൾക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്. പ്രിയമുള്ളവരെ, ഈ കരട് നയം അറബിക്കടലിൽ ആഴ്ത്തുമെന്ന് തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. കാരണം ഞങ്ങളെ പോലുള്ള ഈ സംരംഭകർ ഞങ്ങളുടെ വാക്കിൽ വിശ്വസിച്ചാണ് ഞങ്ങളുടെ കമ്പനികൾ ഞങ്ങളുടെ കേരളത്തിലുള്ള ഏകദേശം 2 ലക്ഷത്തോളം വരുന്ന ഉപഭോക്താക്കളെ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾ ഈ നയം ഇവിടെ നടപ്പിലാക്കി കഴിഞ്ഞാൽ ഇവർക്ക് 5 കൊല്ലം ഞങ്ങൾ ഇവരുടെ 100 രൂപയുടെ മുദ്ര പേപ്പറിൽ ഇവർക്ക് എഴുതി ഒപ്പിട്ട് കൊടുത്ത് ഗവൺമെന്റ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഇവർക്ക് സർവീസ് കൊടുക്കാമെന്ന് പറയുന്നത്. സർവീസ് കൊടുക്കാമെന്നുള്ളത് ഈ നിയമം വന്ന് ഈ മേഖല തകർന്നടിഞ്ഞാൽ നാളെ ഞങ്ങൾ എങ്ങനെ ഇവർക്ക് സർവീസ് കൊടുക്കും? നിങ്ങളുടെ ഈ തുക്ലക് ഭരണ നിയമ പരിഷ്കാരങ്ങളൊക്കെ നിങ്ങൾ ആർക്ക് വേണ്ടിയാണ് ഇതിവിടെ ഇംപ്ലിമെന്റ് ചെയ്യുന്നത്? ഇനിയും സമയമുണ്ട്. ഇത് കേരള ജനതയ്ക്ക് അനുകൂലമായ ഇവിടുത്തെ പാരിസ്ഥിതിക, വ്യാവസായിക, സാമൂഹിക ഘടകങ്ങൾക്കൊക്കെ ഇണയാവുന്ന നല്ല രീതിയിലുള്ള ഒരു പരിഷ്കാരത്തിലേക്ക് മാറിക്കൊണ്ട് ചിന്തിക്കണമെന്ന് വിനയപൂർവ്വം ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. ഞങ്ങളുടെ സമരം ഒരിക്കലും ഒരു KSRCക്കോ ഒരു KSEB ഓഫീസിനെതിരെയോ സർക്കാർ സംവിധാനങ്ങൾക്കെതിരെ ഒന്നുമല്ല.
ഇവിടെയുള്ള പാവപ്പെട്ട സംരംഭകർക്കും ഇവിടെ ഞങ്ങളെ വിശ്വസിച്ച് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള പ്രൊസ്യൂമേഴ്സിനും കേരള ജനതക്കും നല്ല ഒരു നാളെയായിരിക്കും. കേരളത്തിന്റെ പുതിയ ഊർജ്ജം അല്ലെങ്കിൽ കേരളത്തിന്റെ സസ്യന മേഖല തകരാതെ കോർപ്പറേറ്റുകളുടെ കയ്യിലേക്ക് ഇത് തീരെ എഴുതി കൊടുക്കരുത് എന്നുള്ള ഒരു സത്യസന്ധമായിട്ടുള്ള വളരെ ലക്ഷ്യത്തിന്റെ പുറകെയാണ് ഈ കാണുന്ന ഈ ജനക്കൂട്ടം ഇവിടെ ഈ KCRCയുടെ ധർണാ സമരത്തിൽ പങ്കെടുത്തിട്ടുള്ളത്. ഈ സമരം നിങ്ങൾ കാണണം, മനസ്സിലാക്കണം. കരുണയുടെ ഒരു കനവിന്റെ നിങ്ങളുടെ കണ്ണ് ഈ കേരള ജനതക്കെതിരെ നിങ്ങളൊന്ന് തുറക്കണം. നിങ്ങളുടെ കണ്ണ് തുറക്കുന്നില്ല എങ്കിൽ ഈ സമരം ഏതറ്റം വരെ കൊണ്ടുപോകാനും ഞങ്ങൾ തയ്യാറാണ് എന്നുള്ളത് ആമുഖമായി നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയമുള്ളവരെ, നമ്മൾ ഇവിടെ സമാധാനപരമായിട്ട് നമ്മുടെ കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്യാൻ ഈ സമരത്തിന്റെ അവസാനം നമ്മുടെ KCRC ഓഫീസിലേക്ക് പോകുന്നുണ്ട്. നമ്മുടെ നേതാക്കൾ, നമ്മുടെ ഗ്രീൻബേയുടെയും കോറിന്റെയും റെക്കിന്റെയും പ്രൊസ്യൂമേഴ്സ് അസോസിയേഷന്റെയും ഒക്കെ നേതാക്കൾ ഇവിടെ ഇപ്പോൾ തന്നെ നമ്മൾ നിരന്തരം കേരളത്തിലെ 140ഓളം MLA-മാരെയും KSEB അധികാരികളെയും അതുപോലെ തന്നെ KCRCയുടെ ചെയർമാനെയും എല്ലാം കണ്ട് ഈ വരുന്ന ഈ കരട് നിയമത്തിന് വിപത്തിനെ പറ്റി ഇവരെ ഓർമ്മിപ്പിച്ചതാണ്. അവർക്ക് സവിസ്തരം കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തതാണ്. എനിക്കൊന്നേ പറയാനുള്ളൂ, ഈ ജനക്കൂട്ടം കേവലം വരുന്ന 3,000 or 4,000 ആളുകൾ മാത്രമല്ല, കേരളത്തിൽ വരുന്ന 4 കോടി ജനങ്ങളാണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. ഇതിനെതിരെ നിങ്ങളുടെ കണ്ണ് തുറന്നിട്ടില്ല എങ്കിൽ കണ്ണ് തുറപ്പിക്കാൻ ഞങ്ങൾ സജ്ജരാണ് എന്നുള്ളതും നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ കണ്ടിട്ടുള്ളത് ഞങ്ങളുടെ സൗമ്യമായിട്ടുള്ള മുഖമാണ്. നല്ലൊരു നാളേക്ക് വേണ്ടി ഞങ്ങൾ അറ്റം വരെയും പോകാൻ തയ്യാറാണെന്നോ എന്നുള്ളതും കൂടി നിങ്ങൾ അവരുടെ ഓർമ്മപ്പെടുത്തി. സമയപരിമിതി മൂലം ഞാൻ എന്റെ വാക്കുകൾ നിർത്തുകയാണ്. ഈ പ്രൊസ്യൂമേഴ്സ് അസോസിയേഷനും അതുപോലെ തന്നെ കേരളത്തിലെ 4 പ്രബല സംഘടനകളും ഒരുമിച്ച് നടത്തുന്ന ഈ KCRCയിലേക്കുള്ള ഈ ധർണ ഔപചാരികമായി ഞാൻ ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് ഈ ധർണയുടെ ആ ആശയം ഇവിടെ പൂർണ്ണമായി ഇവിടെയുള്ള എല്ലാവർക്കും അനിവാര്യമാണ്. ഈ പറയുന്ന സോളാർ മേഖലയിലുള്ള എല്ലാവർക്കും തന്നെ വേണമെന്ന് പറയുകയും അതിനൊപ്പം തന്നെ ഈ പറയുന്ന സമയങ്ങൾ മുന്നോട്ട് പോകാനുള്ള ആശയം വെക്കുകയും ഇതിന് പൂർണ്ണ പിന്തുണയും നൽകിയിട്ടുള്ള മറ്റു എല്ലാ ഓർഗനൈസേഷൻസായിട്ടുള്ള ഗ്രീമ, കോണ്, RICC, പ്രൊസ്യൂമേഴ്സ് അസോസിയേഷൻ എല്ലാവർക്കും എല്ലാം വിചാരിക്കണം. നമുക്കറിയാം, നമ്മളാരും സമരം ചെയ്യാൻ വേണ്ടി മേഖലയിൽ വന്നവരല്ല. നമ്മളെല്ലാവരും ജീവിക്കാൻ വേണ്ടി ഈ കേരളത്തിന്റെ ഭാവി സുരക്ഷിതമാക്കാൻ വേണ്ടി മാത്രം ഈ മേഖലയിലേക്ക് കടന്നുകൊണ്ടവരാണ്. നമ്മളെല്ലാവരും ഈ മേഖലയിലേക്ക് വരുമ്പോൾ ഇങ്ങനൊരു മേഖല തന്നെ ഈ കേരളത്തിൽ ഉണ്ടായിട്ടില്ല എന്ന് മനസ്സിലാക്കുന്നത്. അതിനുശേഷം ഇത്തരത്തിലൊരു മേഖല ഉണ്ടാക്കിയെടുത്ത് ഈ മേഖലയ്ക്ക് പോളിസികൾ ഉണ്ടാക്കിയെടുത്ത് ഈ മേഖലയിൽ ഓപ്പർച്യൂണിറ്റികൾ ഉണ്ടാക്കിയെടുത്ത് 1.5 ലക്ഷത്തോളം ആൾക്കാർക്ക് ജോലികൾ കൊടുത്തുകൊണ്ടെങ്കിൽ ഒരു മേഖല ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും ആദ്യമായി ഞാൻ അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ്. നിങ്ങളുടെ എല്ലാ എന്താ പറയാ ഇതിനു വേണ്ടിയുള്ള ശ്രമങ്ങൾക്കും അതേപോലെ തന്നെ ഇതിനു വേണ്ടി നിങ്ങൾ നടത്തുന്ന പരിശ്രമങ്ങൾക്കും ത്യാഗങ്ങൾക്കും എല്ലാം എന്റെ ആശംസകൾ നൽകുകയാണ്. നമ്മൾ ഇതിനെപ്പറ്റി പറയുമ്പോൾ ഈ കരട് നിയമത്തെ പറ്റി ഓൾറെഡി നമ്മൾ ഒരുപാട് റെസ്പോൺസുകൾ കൊടുത്തു കഴിഞ്ഞു. ഇതിനെപ്പറ്റിയെല്ലാം നമ്മൾ KCRC വിഷയങ്ങൾ കൊടുത്തു കഴിഞ്ഞു. ഇനി നമുക്ക് പറയാനുള്ളത് പറയുന്നത് ഈ ഒരു 5,000 കോടി രൂപ ടേണോവർ നടക്കുന്ന ഏകദേശം 550 കോടിയുടെ ടാക്സ് പിരിച്ചു കൊടുക്കുന്ന ഈ മേഖലയെ നശിപ്പിച്ച കളയുമെന്നാണ് ആദ്യമായിട്ട് പറയാനുള്ളത്. അത്തരത്തിലുള്ള മേഖല ഇല്ലാണ്ടായി കളയുമെന്നാണ് എനിക്ക് ആദ്യം പറയാനുള്ളത്. ഈ കാര്യങ്ങളെല്ലാം നടത്തുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് ഇതിനു മുമ്പുള്ള KCRC ചെയർമാൻ പ്രേമചന്ദ്രൻ സാർ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. അന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു, അതായത് ഒരു കാരണവശാലും ഒരു ഫുട്ബോൾ മത്സരം പോലത്തെ ഈ സോളാർ മേഖല തുടങ്ങിയതിനു ശേഷം വോട്ട് പോസ്റ്റ് മാറ്റുന്ന ഒരു പരിപാടിയും KCRCയിൽ ഉണ്ടാവില്ല. എന്നാൽ ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വോട്ട് പോസ്റ്റ് മാറ്റിയില്ലെങ്കിൽ ഗ്രൗണ്ടിന്റെ നിയമങ്ങൾ മാറ്റുന്ന KCRCനെയാണ്. അതായത് നേരെയുള്ള പ്രകൃതിയോട് മാറ്റം വരുത്താൻ സാധിക്കില്ല എന്നുണ്ടെങ്കിൽ അതിന് ചുറ്റുള്ള നിയമങ്ങൾ മാറ്റിക്കൊണ്ട് ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരെ നേരത്തെ പറഞ്ഞ പോലെ ലക്ഷങ്ങൾ ലോൺ എടുത്ത് ഇവിടെ സോളാർ വെച്ചിട്ടുള്ള നാളെയുടെ നന്മയ്ക്ക് വേണ്ടി സോളാർ വെച്ചിട്ടുള്ള സാധാരണക്കാരെ പറ്റിക്കുന്ന നിലപാടാണ് KCRCയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളതെന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. ഒരു കാരണവശാലും നമ്മൾ സോളാർ ചെയ്ത് കൊടുത്തിട്ടുള്ള സാധാരണക്കാർക്കും അതേപോലെ നാളെയുടെ ഭാവിക്ക് വേണ്ടി സോളാർ ഇൻവെസ്റ്റ് ആൾക്കാരെ പറ്റിക്കുന്ന ഒരു കാര്യവും ചെയ്യാൻ ഞങ്ങൾ സമ്മതിക്കില്ല. അതിന് മാസ്റ്റേഴ്സിന്റെ പ്രസിഡന്റ് പറഞ്ഞ